നമ്മുടെ ബ്ലോഗുകളിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയ ആയിട്ടുള്ള വടക്കൻ കേരളത്തിലേക്ക്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക്. ഹായ്, നമസ്കാരം. യാത്രകൾ എപ്പോഴും മനോഹരമാവുന്നത് നല്ല കാഴ്ചാനുഭവങ്ങൾ ലഭിക്കുമ്പോഴല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ചില കാഴ്ചാനുഭവങ്ങൾ ലഭിക്കാനായിട്ട് നമ്മൾ ഇന്നൊരു യാത്ര ആരംഭിക്കുകയാണ്, ഒരു ട്രാവൽ മിനി സീരീസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ബ്ലോഗുകളിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയ ആയിട്ടുള്ള വടക്കൻ കേരളത്തിലേക്ക്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക്. അപ്പോൾ ഞാനും അച്ഛനുമാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കണ്ണൂരിൽ എവിടെ പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ആദ്യം ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ കാറെടുത്ത് പോകുന്നു. രാവിലെ 4:45 ഷൊർണൂരെത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ഈ പേ പാർക്കിംഗ് ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ കാർ അവിടെ കൊണ്ടുപോയിട്ടിട്ടില്ല. അപ്പോൾ കുട്ടാപ്പിയെ ഈ ഒരു 2 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കിട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം 5:30 ചെന്നൈ മാംഗ്ലൂർ മെയിലുണ്ട്, അത് പിടിക്കാമെന്ന് വിചാരിച്ചാൽ എത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 5 മണിക്ക് ഒരു കണ്ണൂർ മെമു ട്രെയിൻ പോകുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു. കാരണം ചെന്നൈ മെയിൽ കുറച്ച് ലേറ്റും കൂടിയാണ്. അപ്പോൾ ഇതിലങ്ങ് കയറി. അച്ഛൻ അത്യാവശ്യം എക്സൈറ്റഡ് ആണ് ഈ ഒരു 2 ദിവസത്തെ യാത്രയിൽ. ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ടിക്കറ്റ് ചാർജ് വെറും 40 രൂപയുള്ളൂ ഒരാൾക്ക്. 5 മണിക്ക് തന്നെ ട്രെയിൻ പുറപ്പെട്ടു. ഈ ട്രെയിനിന് ചെറിയ ചെറിയ സ്റ്റോപ്പേജുകളൊക്കെ ഉണ്ട്, പട്ടാമ്പി, പള്ളിപ്പുറം, കുറ്റിപ്പുറമൊക്കെ ആയിട്ട്. പക്ഷേ എവിടെയും തന്നെ 2 മിനിറ്റിന് മേലെ നിർത്തില്ല. അതുപോലെ തന്നെ സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. 97, 98, 100 വരെ പോകുന്നുണ്ട്. മുമ്പ് നമ്മൾ മെമു ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിൽ ഫേസ് ചെയ്തിരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ബാത്റൂം ഫെസിലിറ്റി ഇല്ലയെന്നായിരുന്നു. പക്ഷേ ഈ ഒരു കണ്ണൂർ ഷൊർണൂർ മെമുവിനകത്ത് ബാത്റൂം ഫെസിലിറ്റിയും ഉണ്ട്. അതോടൊപ്പം ഓരോ സ്റ്റേഷനും എത്തുന്നതിന് മുന്നേ അനൗൺസ്മെൻറ്റും ഉണ്ട്, മെട്രോയിലൊക്കെ ഉള്ള പോലെ. 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോടെത്തി. ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇന്നത്തെ നാളത്തെ നമ്മുടെ യാത്രകളൊക്കെ തന്നെ വളരെ സാധാരണ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ ബസ്സുകളിലും അതുപോലെ പാസഞ്ചർ ട്രെയിനുകളിലൊക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ണൂർ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണൂരിൻ്റെ മെയിൻ സ്റ്റേഷനല്ല അല്ലേ, കണ്ണൂർ സൗത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ചും കൂടി അടുത്താന്ന് കേട്ട്, അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങി. നമ്മൾ പോകാനുള്ള സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. നമ്മൾ ആദ്യം എവിടെ പോകുന്നത്? അതെ, നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള മുത്തപ്പൻ്റെ അമ്പലമായിട്ടുള്ള പറശ്ശിനിക്കടവിലേക്കാണ് ആദ്യ യാത്ര. അപ്പം അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു റോഡ് യാത്ര 20 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് അറിയുന്നത് അല്ലേ. ചെറുതായിട്ട് മഴ തുള്ളിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ പഴയ ഒരു വീട് കണ്ട്, അത് കണ്ടപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് തന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ പ്രൈവറ്റ് ബസ്സും KSRTC ഒക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓരോ സെറ്റ് വെള്ളപ്പവും കടലക്കറിയും പറഞ്ഞ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, എന്നാലും ഓക്കെ. പറശ്ശിനിക്കടവിലേക്കുള്ള പ്രൈവറ്റ് ബസ് കല്യാൺ ഇവിടെ കിടപ്പുണ്ട്. കയറിയിട്ട് വിൻഡോ സീറ്റ് പിടിച്ചു. എൻ്റെ തൊട്ട് പുറകിൽ 2 മൊട്ടയടിച്ച ചേട്ടന്മാരുണ്ടല്ലോ. ഓ, രണ്ടും ഒരേ ആൾ തന്നെയാണോ? ഓക്കെ. കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് വിട്ടപ്പോൾ തന്നെ മഴ തുടങ്ങി. കണ്ണൂരിൽ നിന്ന് തലപ്പ്, പള്ളിക്കുന്ന്, പാപ്പിനിശ്ശേരി, കല്യാശ്ശേരി, ധർമ്മശാല വഴി 21 കിലോമീറ്റർ കടന്നാണ് പറശ്ശിനിക്കടവിലെത്തുന്നത്. ക്ഷേത്രം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലുള്ളതും. ഇത് വളപട്ടണം പുഴയാണ്. ഈ ഭാഗങ്ങളിലായിട്ട് കണ്ടൽ കാടുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. പറശ്ശിനിക്കടവ് എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പായിട്ട് കണ്ണൂർ ജില്ലയിലെ ഫേമസ് അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ടുള്ള വിസ്മയുണ്ട്. സമയം രാവിലെ 10:20. നമ്മളങ്ങനെ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഭാഗ്യത്തിന് വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല. വരുന്ന വഴി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ മഴയൊന്നുമില്ല. ഇപ്പോൾ തിരക്കും ഇപ്പോൾ കുറവാണ്. ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം.
ശ്രീ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റോ ഒരു തവണ പറശ്ശിനിക്കടവിൽ വന്നിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. അതിൻ്റെ ഒരു ചെറിയ ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കുറേ കാലമായില്ലേ. അപ്പം ഞാനേ ഒന്ന് തൊഴുതിട്ട് വരാം. ഇപ്പം മുത്തപ്പൻ്റെ നല്ലൊരു ദർശനം ലഭിച്ചു. ഇവിടെ നമ്മൾ വളപട്ടണം പുഴയാണ്, പുഴയുടെ ഒട്ട കരയിലാണല്ലേ പറശ്ശിനിക്കടവ് അമ്പലം, കടവിലാണ് പറശ്ശിനിക്കടവ് അമ്പലം. എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിനകത്ത് നായ്ക്കൾ നല്ല സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട് അല്ലേ. കുറേ നായ്ക്കൾ, ഒരു 3-4 നായ്ക്കൾ അവിടെ ഉറങ്ങുകയാണ്. അതെ അതെ, അതുകൊണ്ട് തന്നെ നായ്ക്കൾക്ക് ഇവിടെ ഫുൾ ഫ്രീഡമാണ്. ഞാൻ വേറൊരു അമ്പലത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ. വളപട്ടണം പുഴയിൽ നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ മഴക്കാലം കൂടിയല്ലേ. രാവിലെയും വൈകുന്നേരമായിട്ട് മുത്തപ്പൻ്റെ വെള്ളാട്ടം ഉണ്ട് കേട്ടോ. രാവിലെ 5:30ക്കും 8 മണിക്കും ഇടയിലും, അതുപോലെ വൈകുന്നേരം 6:30ക്ക് ശേഷമാണ് വെള്ളാട്ടം. നമ്മളിപ്പോൾ ഈ ഒരു സമയത്തല്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റും തോന്നുന്നില്ല. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്, അതിനുവേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വലിയ മുത്തപ്പനെ തിരുവപ്പന എന്നും ചെറിയ മുത്തപ്പനെ വെള്ളാട്ടം എന്നുമാണ് അറിയപ്പെടുന്നത്. അതുപോലെ പറശ്ശിനി മടപ്പുരയുടെ ഊട്ടുപുരയാണിത്. ഇവിടെയാണ് ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ നമുക്ക് വഴിപാട് കൗണ്ടർ കാണാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ചെറിയ കുട്ടികൾക്കുള്ള ചോറൂണിനുള്ള സ്ഥലമാണ്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ചോറൂണ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ പ്രസാദം കഴിച്ച നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു പ്രസാദം ഒന്ന് കഴിക്കാം. എന്നും രാവിലെ 7:30 മുതൽ രാത്രി 8 മണി വരെ ഇവിടെ വരുന്ന ഭക്തർക്ക് ഈ പ്രസാദം ലഭിക്കും. നമുക്ക് കിട്ടിയത് വെള്ളപ്പയറും പിന്നെ ഒരു തേങ്ങയുടെ പീസുമാണ്. ഇതിന് ചില ദിവസം കടലയായിരിക്കാം. പിന്നെ ചായയും കൊടുക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ചായ വാങ്ങിയില്ല. പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ ഇതിനിടയ്ക്ക് പോയിട്ട് മുത്തപ്പൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ വാങ്ങി നമ്മുടെ പൂജാ റൂമിൽ വെക്കാനേ. ഗുരുവായൂരിലെയും കാടാമ്പുഴയിലൊക്കെ പോലെ പോകുന്ന വഴി തന്നെ ഇങ്ങനെ പപ്പടം, ഹൽവ ഒക്കെ വെക്കുന്ന കടകളും അതുപോലെ ഫാൻസി കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നായ ഇങ്ങനെ കുറേ സമയമായിട്ട് നോക്കിയിരിക്കണം. നല്ലൊരു നായ അല്ലേ. ഇങ്ങനെ പോണ വഴിയിൽ കുറേ നായകളെ കാണാം. നേരത്തെ പറഞ്ഞല്ലോ, മുത്തപ്പൻ്റെ സഹവർത്തികളാണ് ഇവരൊക്കെ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ചു കയറുമ്പോൾ പടികളുണ്ട്, അതുകൊണ്ടാണ് ഒരു ചെറിയ കിതപ്പ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അതുപോലെ കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കന്നഡയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ പരിപാടികൾ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ കൊട്ടിയൂർക്കാണ് പോകുന്നത്. കൊട്ടിയൂർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് കൊട്ടിയൂർ ബസ്സില്ല. ഇവിടുന്ന് ഏതൊരു ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് കൊട്ടിയൂർ പോകണം പറഞ്ഞു. നമുക്ക് നോക്കാം, ചോദിച്ച് പോവാം. ഞാൻ നേരത്തെ ഒരു ജംഗ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് കൊട്ടിയൂർക്കുള്ള ബസ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ കണ്ണൂർ ബസ്സിൽ കയറിയിരിക്കുക. കണ്ണൂരല്ല, പയ്യന്നൂർ ബസ്സിൽ കയറിയിരിക്കുക. നമ്മുടെ നിവിൻ പോളിയുടെ ഹിറ്റ് ഡയലോഗ് ഉണ്ടല്ലോ, പയ്യന്നൂർ കോളേജിൻ്റെ ഇടനാഴികളിൽ. അത് കണ്ണൂർക്കുള്ള ബസ്സാണ്. ചിലപ്പോൾ KSRTC സ്റ്റാൻഡ് അവിടെ ആയിരിക്കും. എന്തായാലും ബസ് എടുക്കുമല്ലോ, ഇതിൽ പോവാം. ജൂലൈ 1 മുതൽ പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് വെക്കാൻ പാടില്ല എന്ന് നിയമം വന്നിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ അതിന് മുന്നെടുത്തതുകൊണ്ടാണ് കേട്ടോ പാട്ടൊക്കെ കേൾക്കണത്. സ്വന്തം നാട്ടിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് വ്ളോഗ് എടുക്കാൻ എനിക്കിപ്പോഴും ചമ്മല. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ നമ്മുടെ ബസ് എത്തി നിൽക്കുന്നത് MVR സ്നേക്ക് പാർക്ക് പറശ്ശിനിക്കടവ്. ഇതാണ് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണിത്. ഇപ്പം നിങ്ങൾ പലർക്കും അറിയാമല്ലോ. അപ്പോൾ വരുന്ന വഴി ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഗോൾമുട്ട.
ഇവിടുന്ന് മെയിൻ ഹൈവേയിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ നമ്മൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് എത്തി. അപ്പം തന്നെ വടക്കം വന്നിട്ടുണ്ട്. നമുക്ക് കൊട്ടിയൂർക്ക് പോകാനുള്ള ബസ്സേ. ബസ് കയറിയതും ഇങ്ങനെ ലോട്ടറി വിൽക്കണ ചേട്ടൻ വന്നിട്ട് എന്നോടല്ല അച്ഛനോട് പറഞ്ഞു, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭാഗ്യമുള്ള ആളാണ്, നിങ്ങളുടെ മകനോട് എനിക്ക് പറയാൻ തോന്നുന്നില്ല, അവന് അത്ര ഭാഗ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അതിൽ കൺവിൻസ്ഡ് ആയി ആ ഡയലോഗിലേ. അപ്പോൾ മൂപ്പര് ഭയങ്കര സന്തോഷത്തിൽ ലോട്ടറി വാങ്ങി. സാധാരണ ലോട്ടറി വാങ്ങണ പരിപാടിയൊന്നും ഇല്ല, നോക്കാൻ നമുക്ക് അടിക്കുമെന്ന്. എനിക്ക് ഈയിടെയായിട്ട് ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ മുടി ചെയ്തെന്നൊരു വൃത്തികെട്ട സ്വഭാവം വന്നിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടാപ്പിനെ? അത് KL 59 രജിസ്ട്രേഷനാണ്, തളിപ്പറമ്പാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഓണറുടെ നാട്ടിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം തളിപ്പറമ്പ്, പിന്നെ അവിടുന്ന് പൊന്നാനി പോയിട്ടാണ് വാടനാകുറിശ്ശിക്ക് എത്തിയത്. ഇപ്പം എന്തായാലും അവൻ നമ്മുടെ വാടനാകുറിശ്ശിക്കാരനാണ്. നമ്മളിപ്പോൾ കയറിയ ബസ്സിൽ, ഈ ബസ് ഇരിട്ടി പോണ ബസ്സാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇരിട്ടി ഇറങ്ങിയിട്ട് മാറി കയറണം. കൊട്ടിയൂർക്ക് വേറെ ബസ് പിടിക്കണം. ഐ തിങ്ക് കൊട്ടിയൂരിൽ നിന്ന് ഇവിടെ എഴുതി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കയറി. വേറെ ചിലപ്പോൾ ഒരു ചാലറ്റ് ഉണ്ടാവും ചിലപ്പോൾ കൊട്ടിയൂർക്ക് രാവിലെ പറ്റും. എന്തായാലും നേരിട്ട് ബസ് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇരിട്ടി പോകാം. ഇരിട്ടി പോയിട്ട് ലഞ്ച് കഴിക്കാം. എന്നിട്ട് നമുക്ക് കൊട്ടിയൂരിലേക്ക് പോകാം. കൊട്ടിയൂർ എത്തുമ്പോഴേക്കും നമുക്ക് ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നു. അത് നമുക്ക് അവിടെ എത്തിക്കാം. അച്ഛൻ വിൻഡോ സീറ്റ് ആർക്കും തന്നെ വിട്ടുകൊടുക്കാതെ കാഴ്ചകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. വെറുതെ പറഞ്ഞാണ്, പുള്ളിനോട് ചോദിച്ചു വിൻഡോ സീറ്റ് വേണമെന്ന്, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ന് KSRTCയിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. എന്തായാലും അങ്ങോട്ടും ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും തോന്നില്ല, പ്രൈവറ്റാണ് കൂടുതലെന്നാണ് കേട്ടത്. വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത്, നിങ്ങൾക്ക് നേരെ പറശ്ശിനിക്കടവെന്ന് തിരിച്ച് കണ്ണൂർക്കോ അല്ലെങ്കിൽ തലശ്ശേരിക്കോ പോയാൽ ഡയറക്റ്റ് കൊട്ടിയൂർ ബസ് കിട്ടുമല്ലോ എന്ന്. സംഭവം നമുക്കറിയാം, പക്ഷേ നമ്മൾ പോകാത്ത കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കറങ്ങാൻ പറ്റും. അതിനിടയിലാണ് നല്ലൊരു വീട് കണ്ട്, വീടല്ല കേട്ടോ, അതൊരു മുസ്ലിം പള്ളിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മൾ വന്ന സ്ഥലത്തേക്ക് വീണ്ടും പോയിട്ട് അങ്ങനെ ചെയ്യണ്ട, നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവാം. അപ്പം അങ്ങനെ കണ്ണൂർ ജില്ല മൊത്തം ഒന്ന് കറങ്ങാം. ഞാൻ അതിനിടയ്ക്ക് എൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന സീറ്റ് ഹോൾഡർ ഇല്ലേ, അതൊന്ന് ഗിയറാണെന്ന് വിചാരിച്ചിട്ട് സെക്കൻഡും തേർഡൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. തേർഡിൽ നിന്ന് 4th ഗിയറിലേക്ക് പോകുന്നത് ഭയങ്കര സ്മൂത്താണ്. അങ്ങനെ നമ്മൾ ഇരിട്ടി പാലം എത്തണോ. ഇരിട്ടിയിൽ നമുക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോഴേ ഞങ്ങളിപ്പോൾ വന്നത് മലയോര പാതയിലൂടെയാണ്. പക്ഷേ ഒരുപാട് വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്തും നോക്കണമല്ലോ. ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത് സുഹൃത്തുക്കളെ? കണ്ണൂർ ജില്ലയിൽ രാവിലെ കണ്ണൂർ, അതിനുശേഷം പറശ്ശിനിക്കടവ്, അവിടുന്ന് പിന്നെ തളിപ്പറമ്പ്, അവിടുന്ന് പിന്നെ ശ്രീകണ്ഠാപുരം വഴി എത്തി, ഇവിടുന്ന് കൊട്ടിയൂര്, വൈകുന്നേരം തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പിന്നെ പയ്യന്നൂർ, ഇതും കൂടിയും കവർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല ഫുള്ളായി. ഇരിട്ടി ബസ് സ്റ്റാൻഡ്, നമുക്കൊരു നല്ല ഹോട്ടൽ കണ്ടുപിടിക്കാം, ചോറുണ്ണണം. ഇങ്ങോട്ട് എടുക്കണില്ല, ഞാൻ എൻ്റെ മാത്രം. നിങ്ങളിൽ ആരെങ്കിലും ഈ ചോറുണ്ടതിൻ്റെ തൊട്ട് പുറകെ തന്നെ ചായ കുടിക്കുമോ? ഞാൻ കുറച്ച് വിചിത്രമായിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് കുടിക്കും. ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കൊട്ടിയൂർക്ക് പോകുന്ന ഒരു ബസ് കണ്ടു. ബസ്സിൽ സീറ്റില്ല, എന്നാലും കയറി. നമുക്ക് പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും സീറ്റ് കിട്ടി കേട്ടോ. ബസ്സിൻ്റെ മുമ്പിൽ ശിവപാർവതിയുടെ ഫോട്ടോ ഉണ്ട്. നമ്മളീ പോകുന്ന കൊട്ടിയൂരിനെ ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വർഷം ഈ കൊട്ടിയൂരിന് സോഷ്യൽ മീഡിയയിൽ വളരെ ഹൈപ്പാണ്. ഇത് എല്ലാ വർഷവും ഉണ്ട് 28 ദിവസം, പക്ഷെ ഈ കൊല്ലം എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ. ഒരു 3:30 ആയപ്പോഴേക്കും കൊട്ടിയൂരെത്തി. ഇടയിലൊന്ന് ചെറുതായിട്ട് മയങ്ങി. രാവിലെ നേരത്തെ എണീറ്റതല്ലേ, ആരായാലും ഒന്ന് മയങ്ങിപ്പോയില്ലേ. ഇടിച്ചു കുത്തി മഴ പെയ്യാന്ന് പറയില്ലേ, അതാണ് സംഭവം ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളിവിടെ ബസ് ഇറങ്ങിയതും മഴ പെയ്യാൻ തുടങ്ങി. പക്ഷേ മഴ അങ്ങോട്ട് ശക്തി കൂടി എന്താ ലെവലിലെത്തിയെന്നറിയോ? ഈ കാണുന്നതാണ് ഓടപ്പൂവ്. ഇത് ദക്ഷൻ്റെ താടിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ അത് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ കെട്ടി തൂക്കുന്നുണ്ട്. അപ്പോൾ കൊട്ടിയൂർ ആദ്യമായി വരുന്ന ആളുകൾ പൊതുവെ ഇത് വാങ്ങിക്കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോയി തൂക്കും. നമ്മൾ ദർശനത്തിന് പോകുന്നതിന് മുന്നേ ഒരാളും കൂടി വരാണ്ട് ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ആളാണ് ഈ ഒരു പ്ലാൻ തന്നെ ഇട്ടത്. ആളെ പറഞ്ഞാൽ നിങ്ങളറിയും, നമ്മുടെ ബൈജാൻ വൈശാഖ്.
ഓൻ ഇതിനായിട്ട് ചെന്നൈയിൽ നിന്ന് വന്നതാണ്. പക്ഷെ അവന് വേറെ കുറച്ച് കാര്യങ്ങൾ കാരണം വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് പറശ്ശിനിക്കടവിലേക്ക് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തില്ല, നേരെ കൊട്ടിയൂർക്ക് വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ തലശ്ശേരി ഇറങ്ങിയിട്ട് മോൻ വന്നുകൊണ്ടിരിക്കുക, എവിടെയോ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുക. ബാഗും എല്ലാം കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈശാഖ് വരുന്നുണ്ട് ഷൊർണൂരിൽ നിന്ന്. അവനെ വെയിറ്റ് ചെയ്യണം, അവൻ വന്നിട്ട് ഒരുമിച്ച് പോകും. ഈ പഹയനെ കാണാനില്ലല്ലോ. ഇനിയിപ്പോൾ കൊട്ടിയൂരെന്ന് പറഞ്ഞിട്ട് വേറെ വല്ല ബസ്സിലും കയറിയ സമയം കുറേ ആയേ. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ബസ് പിടിക്കാൻ പറ്റുമെന്നാണ് ഒരു സംശയം. കാരണം ഇവർ പറയുന്നത് 7:30 കഴിഞ്ഞാൽ ബസ്സൊന്നും കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ എവിടെ സ്റ്റേ ചെയ്യാമെന്നല്ലേ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വരുന്ന എല്ലാവരും തന്നെ ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് ബോർഡിട്ടുണ്ട്. അത് നമ്മളെന്തായാലും ഏറ്റു. ഇവിടെ മുളേരി പായസം ലഭ്യമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ? വേണ്ട, ഫസ്റ്റ് ദർശനം അല്ലേ. പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നു. കാരണം നമ്മുടെ ബൈജാൻ വൈശാഖ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് മുഖം കാണിക്കൂ വൈശാഖ്, ഒരു ഹായ് പറയൂ. വാവ്, ഭവാലി എന്ന് പറയുന്ന നദിയാണിത്, വളരെ രൂക്ഷമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന കൊട്ടിയൂര് കണ്ണൂർ വയനാട് ബോർഡറിന് വളരെ അടുത്താണ്. ഇവിടുന്ന് വളരെ അടുത്താണ് നമ്മുടെ മാനന്തവാടിയും അതുപോലെ തിരുനെല്ലി ക്ഷേത്രമൊക്കെ. അങ്ങനെ ലിറ്ററലി നമ്മൾ കൊട്ടിയൂർ കുളിച്ച് തൊഴാൻ പോവാണ്. കാരണം നല്ല മഴയാണല്ലോ. ക്യൂവിലേക്ക് കയറിയേ പലതരത്തിലുള്ള വർണ്ണക്കുടകളുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം കൊട്ടിയൂർ ഡെഫിനറ്റ്ലി ഡിസേർവ്സ് എ സെപ്പറേറ്റ് വീഡിയോ അല്ലേ? അതല്ലേ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ ഈ യാത്ര കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കൊട്ടിയൂർ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എപ്പോൾ വരും എന്നല്ലേ? 2 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം കൂടി ചെയ്തോളി. അതൊക്കെ